ാണ് ഞാൻ വീട് പണി നിർത്തി വെച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ മുമ്പോട്ടെങ്ങും ഒരവസ്ഥയില്ല, നീങ്ങത്തില്ല. ഞാൻ അവൻ്റെ റൂമിലിരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കുറേ പേപ്പർ അവൻ്റെ ഇരിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഈ ഷിപ്പിനകത്ത് പേപ്പറും കൊണ്ട് നടക്കുന്നത്? ഇതിനകത്തെന്തോ ഷിപ്പിലെന്തോ പേപ്പറിൻ്റെ കുറവ്, അത് മലയാളം പേപ്പർ. ഞാൻ പറഞ്ഞു, അത് എന്നോട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കുക, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി എന്നാൽ പറ. അപ്പോൾ ഇതേപോലെയാണ് എന്നോട് പറയുന്നത്, ആലപ്പുഴ ഇങ്ങനൊരു കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, അവിടെ ഞാനൊരു അമ്മയുണ്ട്, അവിടെ ചെന്നിട്ട് നീ ഞാൻ എൻ്റെ കുറേ കാര്യങ്ങളായ സാറിൻ്റെ കൊച്ചിന് വയ്യായിരുന്നു, ആ കൊച്ചിന് കുറേ വ്യത്യാസമുണ്ട്, MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന മോന് ക്യാമ്പസ് ഇൻ്റർവ്യൂ ഇല്ലാത്ത കൃപാസനം അമ്മേ എൻ്റെ വീടിൻ്റെ പണി അന്ന് തീർത്ത് ഇറങ്ങി നാട്ടിൽ വരുമ്പോൾ എന്ന് പറഞ്ഞു. പക്ഷേ ഒരു ചാൻസും ഇല്ല, ഇപ്പോൾ ശരിയാക്കി പറഞ്ഞു. എൻ്റെ ഒരു രൂപയില്ല, 10 ലക്ഷം പോയിട്ട് ഒരു രൂപയില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ വിളിച്ച് പറഞ്ഞാൽ ഇതേ സംഭവം ഉണ്ട്, എങ്ങനെ ഫലം ചെയ്യാൻ പറ്റുമോ അറിയാൻ പറ്റില്ല. എനിക്കറിയാം ഒരു വിത്തിനൊരു അരമണിക്കൂറിനകത്ത് ഞാൻ അമ്മയോട് പറഞ്ഞ, അമ്മ എങ്ങനെ ഇത് അടച്ചു കഴിഞ്ഞാൽ ലോൺ റെഡി ആയാൽ എങ്ങനെ നടക്കൂ എന്നുള്ള ഒരു ചിന്തയായിരുന്നു. അപ്പോൾ വിത്തിനൊരു അരമണിക്കൂറിനകത്ത് എൻ്റെ അക്കൗണ്ടിനകത്ത് 8 ലക്ഷം രൂപയാണ് ക്രെഡിറ്റ് ആയിരിക്കുന്നത്. എൻ്റെ കൂട്ടുകാരൻ അവിടെ നിന്ന് ഇട്ടുന്നത്. പക്ഷേ കുറച്ച് ഞാൻ എല്ലാവരും വിളിച്ച് വെച്ചാൽ ആരും എന്നോട് ഇല്ലാന്ന് പറഞ്ഞില്ല, എല്ലാവരും തന്നു. അങ്ങനെ ആ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയപ്പം എൻ്റെ അടുത്ത അക്കൗണ്ടിൽ എനിക്കുള്ള 35 ലക്ഷം രൂപ 33 ലക്ഷം രൂപ ക്രെഡിറ്റ്